The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते प्यारे बच्चों, कैसे हो आप लोग? कैसी चल रही है आप लोगों की पढ़ाई? सब अच्छी चल रही है? बहुत दिन हो गए ना आप लोग हिंदी क्लास लेके, बहुत मिस किया आप लोगों को। फिर क्या क्या है आप बताइए। आप लोग सब एंजॉय कर रहे हो घर में बैठे या स्कूल आने का भी मन है आप लोगों का? जनवरी शुरू होने को आया ना, अभी 10-15 दिन के बाद हमारा ये नया साल शुरू होने को है। ये 2020 खत्म हो जाएगा, 21 शुरू हो जाएगा। उसके बाद 2 महीने बाद आप लोगों का एग्जाम्स है। टेंशन है क्या आप लोगों को एग्जाम्स के लिए? नहीं ले, आर्क टेंशन ഒന്നും ഇല്ലല്ലോ, പഠിക്കുന്ന കോൺഫിഡന്റ് അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോ പിന്നെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എത്തി, ഇക്കായി 5. നമ്മൾ അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങിയിട്ട് 5th യൂണിറ്റിലെത്തി. എല്ലാ യൂണിറ്റ് എടുക്കുമ്പോഴും മനസ്സിലൊരു വിശ്വാസമാണ്, ദിസ് മന്ത് സ്കൂൾ വിൽ ഓപ്പൺ, ഈ വർഷം സ്കൂൾ ഓപ്പൺ ആകുന്നു. പക്ഷെ ആയില്ല. ഇനി ഇക്കായി 5 എടുക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്, സ്കൂൾ ഓപ്പൺ ആകാറായി അല്ലേ? സാരമില്ല, നമുക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയാലും നോ പ്രോബ്ലം. നമുക്ക് റിവിഷൻസ് ഉണ്ട്, നിങ്ങൾ സ്കൂളിലെല്ലാം വന്ന് നമുക്ക് നന്നായിട്ട് റിവിഷൻ എല്ലാം ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഇക്കായി 5 തുടങ്ങണം. ഇക്കായി 5ന്റെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? ബच्चे काम पर जा रहे हैं. എന്താണ്? ബच्चे काम पर जा रहे हैं. കുട്ടികൾ ജോലിക്ക് പോകുന്നു. നിങ്ങളെല്ലാം എത്രയോ ഭാഗ്യമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, നിങ്ങൾ ജോലി പറഞ്ഞാൽ എന്ത് ജോലി? അമ്മ അച്ഛനെ സഹായിച്ചു കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. ചില കുട്ടികൾ അതും ചെയ്യുന്നില്ല. പിന്നെന്താണ്? അവർക്കെല്ലാം ഓർഡർ കൊടുക്കുക, ഇത് വേണം അത് വേണം. പിന്നെ പഠിക്കുക. എത്രയോ കുട്ടികളുണ്ട് इस दुनिया में, बहुत से ऐसे बच्चे हैं जिनको ये जो जिनका राइट्स है, बच्चों का राइट्स क्या क्या है? पढ़ाई करना, खेलना, एंजॉय करना, चाइल्डहुड. लेकिन ऐसे बहुत से बच्चे हैं जिनको ये राइट्स नहीं मिलता है അല്ലേ? രാവിലെ എണീച്ച് ജോലിക്ക് പോകുക, കുഞ്ഞു പ്രായത്തിൽ ജോലിക്ക് പോകുന്നു. അതേപോലെ തന്നെയാണ് വീട്ടിന്റെ ഭാരം അവരുടെ തോളിലത്തേക്കാണ്. വീട്ടിലെല്ലാ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം, പൈസ കൊണ്ടുവരണം, ഭക്ഷണം കിട്ടില്ല മര്യാദയ്ക്ക്, കളിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുട്ടികളും ഈ ലോകത്തുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു നമ്മുടെ സോഷ്യൽ ഇഷ്യൂ ഉള്ള കാര്യമാണ് ബാൽശ്രം, ബാൽ മസ്ദൂരി, ചൈൽഡ് ലേബർ, ബാലവേല. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന, നോട്ട് ഇന്ത്യ, ഓൾ വേൾഡ് ആർ ഫേസിങ് ദിസ് പ്രോബ്ലം. അപ്പൊ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് നമ്മുടെ രാജേഷ് ജോഷി, നമ്മുടെ പോയറ്റാണ് രാജേഷ് ജോഷി. ഈ സോഷ്യൽ ഇഷ്യൂവിനെ എടുത്തിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ബच्चे काम पर जा रहे हैं. കുട്ടികൾ ജോലിക്ക് പോകുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. ഇന്ന് എത്രയോ ഡെവലപ്പായി, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് കുറെ ഡെവലപ്പ് നടന്നു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈവൻ US ഡെവലപ്പ് കൺട്രിയിലും ഈയിടെ ടീച്ചർ ന്യൂസിൽ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, US കൂടി ഈ ബാൽശ്രം, ബാൽ മജ്ദൂരി നടക്കുന്നത്. 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഈ ജോലിക്ക് പോകാനും അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റാതെയും അവർക്ക് കളിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സമയത്താണ് നമ്മൾ ബാൽ മസ്ദൂരി പറയാം. അപ്പൊ എത്രയോ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, ചായക്കടയില്, ഹോട്ടലില്, വലിയ വലിയ വർക്ക്ഷോപ്പില്, കമ്പനികളില്, പല സ്ഥലത്തും അവരുടെ ഏജിന് ഒരു 15 ചില സ്ഥലത്തിലെ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ വരെ ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലിക്ക് പോകുന്നത് അവർ ഇഷ്ടത്തോടെ ആയിരിക്കില്ല. മേ ബി സം ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ വീട്ടിൽ ആരും സപ്പോർട്ടില്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പല വർക്കിനെ പോകും. പക്ഷെ ആ കുട്ടികൾക്ക് അവർ അധികാരമാണ് കിട്ടാതെ വരുന്നത്.
ഓക്കെ. അപ്പൊ ആ ഒരു വലിയൊരു പ്രോബ്ലമിനെയാണ് നമ്മൾ ഇഷ്യൂ ആക്കിയിട്ട് ഇവിടെ പോയം എഴുതിയിരിക്കുന്നത്. ബച്ചേ കാം പർ ജാ രഹേ ഹൈ. രാജേഷ് ജോഷി ആരാണെന്ന് ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യാം. രാജേഷ് ജോഷി വലിയ ഇന്നത്തെ ആധുനിക് കവിയാണ്. ആധുനിക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കവിത എഴുതുന്ന കവിയാണ് രാജേഷ് जोशी. इनका जन्म 18 जुलाई 1946 को नरसिंहगढ़ मध्य प्रदेश में हुआ था. हिंदी आधुनिक कवियों में प्रमुख है. आपकी कविताएं गहरी सामाजिक सच्चाई, सोशल जो सच्चाई सत्यമാണ് അതിലേക്ക് कसौटी. आपके काव्यों में आत्मीयता और गेयता है. मनुष्यता को बचाए रखने का एक निरंतर संघर्ष आपकी कविताओं की विशेषता है. അപ്പൊ മാനുഷിക മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള ഇവരുടെ മെയിൻ പോയംസിന്റെ മെയിൻ അവരെ എയിം എന്തൊക്കെയാണ്? മനുഷ്യത ഉണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം ആൾക്കാരുടെ ഉള്ളിൽ. അവരെ മെയിൻ പോയം എല്ലാം അങ്ങനെ തന്നെയാണ്. ओके. समर कथा, मिट्टी का चेहरा, 2 पंक्तियों के बीच आदि आपके प्रमुख काव्य संग्रह है. 2 पंक्तियों के बीच काव्य संग्रह के लिए आपको साहित्य अकादमी पुरस्कार प्राप्त हुआ था. ഈ പോയത്തിന് വേണ്ടിയിട്ട് സാഹിത്യ അക്കാദമി പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം പോയം. कोहरे से ढकी सड़क पर बच्चे काम पर जा रहे हैं. കൊഹ്ര പറഞ്ഞ എന്താണ്? മഞ്ഞ്. മഞ്ഞ് കൊണ്ട് മൂടിയ, ढकी പറഞ്ഞ മൂടിയ, സടക് पर रोटिल बच्चे काम पर जा रहे हैं. जो छोटे छोटे बच्चे हैं काम पर जा रहे हैं. वो भी कब जा रहे हैं? सुबह सुबह, ഏർലി മോർണിംഗ്. ഇപ്പൊ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ കൊഹര അത്ര ഇല്ല. പിന്നെയും രാവിലെ എണീച്ച് നിങ്ങളെല്ലാം കാണാറുണ്ടല്ലോ മഞ്ഞുണ്ടെന്ന്. ഈ നോർത്ത് ഇന്ത്യ സബ് ദിക്തായി നഹി ഹെ. അങ്ങനെ ഡൽഹി ഭാഗത്തൊന്നും അങ്ങനെ മഞ്ഞും കൊണ്ട് കൂടി നല്ല തണുപ്പുള്ള സമയം. രാവിലെ നേരത്തെ കുട്ടികൾ, കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ജോലിക്ക് പോകുന്നു. അത് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു വിഷമം തോന്നുന്നില്ലേ? അപ്പൊ അങ്ങനെ കുട്ടികൾ പോകും. ബച്ചേ കാം പർ ജാ രഹേ ഹൈ. കുട്ടികൾ ജോലിക്ക് പോകും. ഹമാരേ സമയ കി, നമ്മുടെ കാലഘട്ടത്തിൽ സബ്സെ ഭയാനക് പങ്ക്തി ഹൈ. ഭയാനക് പേടിപ്പിക്കുന്ന പങ്ക്തി, ലൈൻസ് ആണ്. ഏത് ലൈൻ? തേർഡ് ലൈൻ, ബച്ചേ കാം പർ ജാ രഹേ. ഈ വരി കേട്ടാൽ പേടിയാകുന്നു. കുട്ടികൾ ജോലിക്ക് പോകുന്നു. എത്ര പേടിപ്പിക്കുന്ന ലൈൻസ് ആണിത്. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ലൈൻസ് ആണ്. ഭയാനക് ഹൈ, പേടിപ്പിക്കുന്നത് എന്താണല്ലോ? ഇസെ വിവരണ की तरह लिखा जाना. വിവരണം ഏതും പോലെയാണ് എഴുതിയിരിക്കുന്നത്. बच्चे काम पर जा रहे हैं, कोहरे से ढकी सड़क पर सुबह सुबह बच्चे काम पर जा रहे हैं പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത്. ആക്ച്വലി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? ലിഖാ ജാനാ ചാഹിയെ. എഴുതേണ്ടത് എങ്ങനെയാണ്? സവാൽ की तरह, ചോദ്യം പോലെ എഴുതണം. കാം പർ ക്യൂ ജാ രഹേ ഹൈ ബच्चे. ജോലിക്ക് എന്തിനു പോകുന്നു കുട്ടികൾ? അങ്ങനെയാണ് എഴുതേണ്ടത്. ഇതൊരു ചോദ്യ ചിഹ്നമാണ്. സൊസൈറ്റിയിൽ ചോദിക്കണം. അല്ലാതെ കുട്ടികൾ ജോലിക്ക് പോകുന്നു എന്നല്ല വേണ്ടത്, എന്തിനു പോകുന്നു എന്നാണ് വേണ്ടത്. അതാണ് ഇവിടെ കവി പറഞ്ഞത്. സബ്കു സമജ് മേ ആ ഗയാ? അപ്പൊ ഈ വലിയൊരു ഇഷ്യൂനെ പറ്റിയിട്ടാണ്, ബാൽശ്രം, മാൽ മസ്ദൂരിനെ പറ്റി പറയുന്നത്. ബच्चे काम पर क्यों जा रहे हैं, वैसे लिखना चाहिए, ना कि हमें लिखना चाहिए बच्चे काम पर जा रहे हैं. ये बहुत ही भयानक पंक्ति है, बच्चे काम पर जा रहे हैं. नाउ नेक्स्ट जो हम लोगों को जो उसमें बहुत से क्वेश्चंस पूछ रहे हैं. बच्चे काम पर क्यों जा रहे हैं? ഇനി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സൊസൈറ്റി കൊണ്ട്. എന്തിനാ ജോലിക്ക് പോകുന്നത്? ഇതൊക്കെയാണോ റീസൺ? അത് ചോദിക്കുകയാണ്. यहाँ ये लाइन आप सबको समझ में आ गया? क्या अंतरिक्ष में गिर गई है सारी गेंदे? അന്തരീക്ഷത്തിൽ പോയോ? ബോൾസ് എല്ലാം അന്തരീക്ഷത്തിൽ പോയോ? എന്തിനാ അങ്ങനെ പറഞ്ഞത്? കുട്ടികൾ ബോൾസിലല്ലേ കളിക്കുക, ബോൾ കൊണ്ട് ബാറ്റും ബോളും കളിക്കില്ലേ? അപ്പൊ ബോളൊന്നും ഇല്ലേ? കുട്ടികളുടെ ബോളെല്ലാം ആകാശത്ത് പറന്നു പോയോ ചോദിക്കണം. क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को? ദീമക് പറഞ്ഞതാണ് ചെതൽ. ചെതലുകൾ തിന്നോ? रंग बिरंगी കളർഫുൾ കിതാബ്, ബുക്സ്, കളർഫുൾ ബുക്സ് को सब दीमकों ने खा लिया. ഈ പ്രായത്ത് കുട്ടികൾ ബുക്സ് വായിക്കും, സ്റ്റോറി ബുക്സ് വായിക്കും, കളറിങ് ചെയ്യും. അതൊന്നും ഈ കുട്ടികളുടെ കയ്യിൽ കാണാനില്ല. ഇതെല്ലാം ചെതൽ തിന്നു കഴിഞ്ഞു എന്ന് ചോദ്യം ചിഹ്നം. ചോദ്യം ചിഹ്നം वहां है, क्वेश्चन मार्क. फर्स्ट क्वेश्चन क्या है? अंतरिक्ष में गिर गई सारी गेंदें. नेक्स्ट वन क्या है? क्या इनकी रंग बिरंगी किताबों को दीमकों ने खा लिया है?
और थर्ड क्वेश्चन पूछते हैं, क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने? काले पहाड़ ब्लैक माउंटेन, വലിയ മൗണ്ടൻ ബ്ലാക്ക് മൗണ്ടൻ के नीचे താഴെ दब गई हैं, അമർത്തി പോയോ, that means press ആയി പോയോ सारे खिलौने. खिलौने मीन्स കളിപ്പാട്ടങ്ങൾ. छोटे छोटे बच्चे खिलौनों से खेलते हैं ना, बड़े बच्चे भी खेलते हैं. आप लोग भी खिलौनों से खेलते हो ना? खेलते हो आप लोग? नहीं? क्यों? आप लोग सब छोटे बच्चे हो, आप लोग को भी खेलने का पूरा अधिकार है. लेकिन आप लोगों का भी फेवरेट खिलौना क्या है? ഫോൺ അല്ലേ? ഫോണാണല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ടോയ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ കളിപ്പാട്ടങ്ങളെല്ലാം വലിയ വലിയ മൗണ്ടൻസിന്റെ അടിയിൽ പെട്ടുപോയോ? നിങ്ങളെല്ലാം ഡിസ്ട്രോയ് ആയി പോയോ? ഒന്നും കാണാനില്ല, നിങ്ങൾ എന്താ കളിപ്പാട്ടത്തിൽ കളിക്കാത്ത? क्या किसी भूकंप में, भूकंप वरना എന്താണ്? earthquake, earthquake में दह गई है. दह गई मीन्स ഡിസ്ട്രോയ് ആയി പോയോ, earthquake വന്നു കഴിഞ്ഞിട്ട് ഡിസ്ട്രോയ് ആയി പോയോ സാരി മദർസോ की ഇമാരത്തെ. ബട്ട് ഇസ് മദർസ, യഹാ മദർസ മീൻസ് സ്കൂൾ, സ്കൂളുകളുടെ ഇമാരത്തെ ബിൽഡിങ്സ്, വലിയ വലിയ സ്കൂൾ ബിൽഡിങ്സ് എല്ലാം വല്ല earthquake വന്ന് നശിച്ചു പോയോ? ऐसा क्यों कहा है? क्योंकि जो बच्चे हैं वो अपना टाइम कहाँ स्पेंड करते हैं, कहाँ जाते हैं बच्चे? स्कूलों में जाते हैं, पढ़ने के लिए जाते हैं. तो बच्चे अभी स्कूलों में भी नहीं जा रहे, तो क्या स्कूल सब गए? स्कूल सब नष्ट हो गए, डिस्ट्रॉय हो गया अर्थक्वेक में. तो ना ചോദിക്കുന്നത്. तो ये क्वेश्चंस है जो कवि के दिमाग में आया है. क्यों बच्चे काम पर जा रहे हैं? क्या ये सब नहीं है बच्चों के लिए? खेलने के लिए चीजें नहीं है, स्कूल नहीं है, किताबें नहीं है, गेंदे नहीं है. बच्चों को तो ये सब की जरूरत है. ഇതൊക്കെയല്ല ആവശ്യം കുട്ടികൾക്ക്. കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെയല്ല ലൈഫിൽ ഇമ്പോർട്ടന്റ് സംഭവം. ഇതൊന്നും ചെയ്യുന്നില്ല, അപ്പൊ ഇതൊന്നും ഇല്ല, ഇപ്പൊ എല്ലാം കഴിഞ്ഞോ? അതായിരിക്കും കുട്ടികൾ ജോലിക്ക് പോകുന്നത്. അതാണ് ഇവിടെ ചോദ്യം. आपको समझ में आ गया ये? तो कितना हार्ट टचिंग है. तो यहाँ जो कवि बोलते हैं, एक्चुअली हम लोग को पूछना चाहिए कि बच्चे क्यों काम पर जा रहे हैं, എന്തിനാ പോകുന്നത്? ഇതൊക്കെ ഇല്ലേ, ഇപ്പോ എല്ലാം പോയോ? കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ലേ? എന്താ സംഭവിച്ചത് എന്ന് ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. രാജേഷ് ജോഷിയുടെ കവിതയുടെ ഇത് വലിയൊരു ക്വാളിറ്റിയാണ്. यहाँ तक सबको समझ में आ गया बच्चों? अगली क्लास में हम लोग उसको कंटिन्यू करेंगे, क्वेश्चन आंसर सब डिस्कस करेंगे. यहाँ तक जो आपको समझ में आ गया है, आप अपने फाइल में उसको लिखिए. और कुछ भी डाउट हो तो आप फोन करके मुझसे पूछ सकते हैं. ओके, टेक केयर, सेफ, बी सेफ. Okay.